ഇന്ന് സൺഡേ ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി കപ്പയും ബീഫുമാണ്. അപ്പം ബീഫ് ഇവിടെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒത്തിരി നാളായി ബീഫ് വാങ്ങിച്ചിട്ട്. പക്ഷെ ഞാൻ ഇന്ന് ബീഫ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഒരു കാര്യം, ഞാൻ ഫസ്റ്റ് ടൈം ബീഫ് ഉണ്ടാക്കുന്നത്. എനിക്കിതൊരു ബീഫ് ഉണ്ടാക്കാൻ അറിയത്തില്ല. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി സെർച്ചൊക്കെ ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പം അമ്മ ഇവിടെ ഇല്ലാത്ത കാരണം അച്ചാച്ചൻ എനിക്ക് കപ്പയൊക്കെ ചെയ്ത് തന്നു. പിന്നെ കുഞ്ഞുള്ളത് കാരണം എല്ലാം ചെയ്യാനായിട്ടൊരു സമയമെടുക്കും. ഇപ്പോൾ നമ്മൾ രാവിലത്തെ കാപ്പിക്ക് വേണ്ടി ഇതുണ്ടാക്കുന്നത്, ഇപ്പം തന്നെ സമയം ഒരുപാട് കഴിഞ്ഞ്. അപ്പോൾ ഞാൻ ബീഫ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിന് കടുക് പൊട്ടിച്ച് അതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി, സവാളയൊക്കെ ഇട്ട് മൂപ്പിച്ച് വരുമ്പോൾ പെട്ടെന്ന് മൂക്കാൻ വേണ്ടി ഇതിലോട്ടാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്, പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി. നമ്മളാണെങ്കിൽ ബീഫാണെങ്കിൽ വേവിച്ച് കുക്കറിനകത്തിട്ട് അതിനകത്ത് ഓൾറെഡി നമ്മൾ മസാലയൊക്കെ ഇട്ടായിരുന്നു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല എല്ലാം കൂടി ഇട്ട് നമ്മൾ മൂപ്പിച്ചത്. അപ്പം അതെല്ലാം വേവിച്ച് മാറ്റി വെച്ചേക്കുക. പിന്നെ നമ്മൾ ഇതിനകത്താണ് പിന്നെ ഇതുണ്ടാക്കുന്നത്, കടുകൊക്കെ പൊട്ടിക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ എന്ത് കറി ഉണ്ടാക്കിയാലും ഞങ്ങൾ കടുക് പൊട്ടിക്കും കേട്ടോ. ചില സ്ഥലത്തൊന്നും അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു, പക്ഷേ ഇവിടെ എന്തുണ്ടാക്കിയാലും കടുക് പൊട്ടിക്കും. കടുക് പൊട്ടിച്ചില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല. അപ്പം ഞാൻ ഇവിടെ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്. ഇവൾക്കിപ്പോൾ 9 മാസമായേ. അവൾക്ക് രാവിലെ ഫുഡ് കൊടുക്കുക. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഫുഡ് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫുഡ് കൊടുക്കുന്ന വീഡിയോ എടുത്ത്. അപ്പം ഇതെല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്കിന് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തായിരുന്നു. കറിവേപ്പിലയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കിന് നമ്മൾ മീറ്റ് മസാല ഇട്ട് കൊടുത്തു. അതിൻ്റെ പച്ചക്കൊത്തലൊക്കെ ഒന്ന് മാറുന്നത് വരെ അത് നല്ലതായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നപ്പം എനിക്ക് ഈ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടി ടെൻഷനുണ്ട്. കാരണം ബീഫിന് നല്ല വിലയുമാണ്. നമ്മളെക്കൊണ്ട് ബീഫ് ഉണ്ടാക്കിക്കത്തുമില്ല. അപ്പം അമ്മയില്ലാതെ വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കാതിരിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റത്തുമില്ല. അപ്പം ഞാൻ എന്ത് വെച്ച് കൊടുത്താലും ഹസ്ബൻഡിന് കുഴപ്പമില്ല. അതെന്ത് കഴിച്ചെന്ന് പറഞ്ഞാലും ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണെന്നേ പറയത്തുള്ളൂ. പക്ഷെ അച്ഛൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കി കൊടുത്ത് എനിക്കത് അറിയത്തില്ല അപ്പം എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പം മനസ്സിലൊരു ടെൻഷനുണ്ട്, അയ്യോ അച്ഛന് ഇനി ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടാതിരിക്കുമോ അങ്ങനെയൊക്കെ. അപ്പം ഇതെല്ലാം നമ്മൾ ബീഫെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അതിൽ നിന്നും വഴിതെറ്റിപ്പോകുന്നു. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്തോട്ടാണെങ്കിൽ പഴുത്ത 2 തക്കാളിക്ക നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പൊക്കെ ഇടയ്ക്കുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് പിന്നെയും ലാസ്റ്റ് ആയപ്പോഴത്തേനും കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സ് മൊത്തം ഇനി അയ്യോ കൊള്ളാവോ, എങ്ങനെ ആയിരിക്കും, നല്ല അഭിപ്രായം പറയുമോ എന്നൊക്കെയാണ് മനസ്സിൽ. പിന്നെ നമ്മൾ